മുടിഞ്ഞ റേറ്റ് അവിടുത്തെ റൂമിന്. ഒരു ദിവസം 3000 രൂപ. എന്റെ കയ്യിലാണെങ്കിൽ 250 രൂപയുള്ളൂ. എല്ലാരും എത്തിയോ? പെണ്ണിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ചെക്കന്റെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടെ. ഫെലിക്സോ? അയാളുണ്ട് ഇവിടെ. ഞാൻ പോയി കാണട്ടെ. വെറുതെ എടുത്തിയാടണ്ട, എല്ലാം സാവകാശം മതി. ആ അയ്യോ, നീ എന്താ ഇവിടെ? നിന്നെന്തിനാ കെട്ടിയെടുത്തത്? വേറെ കല്യാണം ഉറപ്പിച്ചു. ഒരു വഴിയില്ലാണ്ടായപ്പോ ഞാനും വെള്ളം കൂട്ടി ഒളിച്ചോടി ഇങ്ങോട്ട് പോന്നു. 2 ദിവസമായിട്ട് നിന്നെ ഇവിടെ തേടി നടക്കാൻ ഞാൻ. ഇതെന്റെ കൂട്ടുകാരൻ മണി. മാല അതിന്റെ കയ്യിലുണ്ട്. ആ മാലയല്ല, ഇത് മേഘമാല. അവൻ കെട്ടാൻ പോണ പെണ്ണ. എന്താടാ? ഈ പെണ്ണിനെ മാല കിട്ടിയോ? ആ മാല വെച്ച കാശ് കിട്ടിട്ടോ ഈ മാല കെട്ടിട്ട് ആ തന്തപ്പെട്ട റൂമിൽ ആണായിട്ട് പോയി നിൽക്കാൻ. കിട്ടി എന്നാ കിട്ടി. അതിന്റെ ഏർപ്പാടാ. അതൊക്കെ ഞാൻ പറയാം. അന്നത്തിരി കാശായി ഞങ്ങളൊന്ന് ഓട്ടയ്ക്ക് കൊടുക്കാനാ. എത്ര? 7300. 7300. നീ വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് വാങ്ങിച്ചോ? ഈ പെണ്ണിനെ കൊണ്ട് ഓടുന്ന വെപ്രാളത്തിലേക്ക് കിട്ടിയ ഓട്ടയാ. പിന്നെ അതിലിങ്ങോട്ട് പോന്നു. നാട്ടിൽ നിന്ന് പിടിച്ച ഓട്ടയാ. 10,500 മൈലേറില്ലേ. എന്നിട്ടാ ഓട്ടോ എവിടെ? ഞാനിവിടെ വന്ന് നോക്കിയപ്പോ നീ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഓട്ടോറിക്ഷക്കാരനെ ഇവിടെ നിർത്തിട്ട് ഹോട്ടലിനകത്തോടെ ഓടിയിട്ട് പുറകുവശത്തെ മതിലാടി ഓടി. അയാൾ പെന്നെ തപ്പി നടക്കാ. പോലീസിന് പണി കൊടുത്തിട്ടുണ്ട് കേട്ടെ. എന്റെ കയ്യിൽ ഇനി 10-200 രൂപയുള്ളൂ. ചെക്കന്റെ വീട്ടുകാരെന്നാ തോന്നണേ. ഞാൻ സ്ഥിതിഗതികളൊക്കെ നടന്നിട്ട് വരാം. ഞാനിവിടത്തെ പോയി എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ. കള്ളൻ ഇങ്ങോട്ട് ഇറങ്ങി വാ. എത്തിയോ? വരണം വരണം. യാത്രയൊക്കെ സുഖമായിരുന്നു. നല്ല സുഖണ്ടായിരുന്നു. പെട്ടി സൂക്ഷിക്കിട്ടാ. ഇവിടെ എങ്ങനെ നല്ല സുഖണ്ടാ? സുഖത്തിനൊന്നും ഒരു കുറവില്ല. പിന്നെ എന്തിനാ കുറവ്? ഇതെന്റെ ഡെബ്യൂ. ഇത് ചെക്കന്റെ ഡാഡി മിസ്റ്റർ കെ ടി മാത്യു. മാത്തച്ഛനെ വിളിക്കും. ഇത് സ്വർണ്ണമ്മ, മാത്തച്ഛന്റെ വൈഫ്. നമസ്കാരം. സൂസയെ മനസ്സിലായില്ല തോന്നുന്നു. എന്റെ സഹധർമ്മി. ഞങ്ങള് ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇതെന്റെ അളിയൻ വർക്കച്ചൻ. ഇതെന്റെ അവള് കല്യാണത്തിന് തലേദിവസം വരുള്ളൂ. കുട്ടികളുടെ പരീക്ഷ എടുക്കല്ലേ. എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതിന് ഒരു ദിവസം പോരാതാകും. അതുകൊണ്ട് എല്ലാരും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക. ബാബു, എല്ലാവരുടെയും മുറിയുടെ കാര്യം എന്തായി? അച്ചായൻ തന്നെ ചെന്ന് ചോദിക്ക്. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ തരാന്ന് പറയുന്നത്. ആഹാ, എല്ലാരും ഒന്ന് നിൽക്കണേ. ഞാൻ ഇപ്പോ വരാം. എന്ത് ഡ്രസ് അത്? ജോക്കറാ? സോറി, 1 മിനിറ്റ്. റൂം ഇപ്പൊ റെഡിയാവും. വാട്സ്ആപ്പിലെ 25 ദിവസം മുമ്പ് 60 റൂം ഞാൻ ബുക്ക് ചെയ്തല്ലേ? ക്ഷമിക്കണം മിസ്റ്റർ ഫെർണാണ്ടസ്, ചില റൂംസ് ഒക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. സോറി സർ, ഒരു 1/2 മണിക്കൂർ എല്ലാരും കോഫി ഷോപ്പിൽ പോയി കാപ്പി കുടിക്കുമ്പോഴേക്കും കീമായിട്ട് ഞാനങ്ങ് വന്നേക്കാം. സോറി, എല്ലാവർക്കും റൂം ഉടനെ ശരിയാവും കേട്ടോ. ഓ, ഇറ്റ്സ് ഓക്കേ. എക്സ്ക്യൂസ് മീ, ഒരു കാർഡ് തരൂ. ഗുഡ് മോർണിംഗ് സർ. ഹലോ, ഐ ആം രാമൻ കാർത്ത. ഹലോ. ഹലോ, ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു ഇവിടെ. ഇവിടെ. സോറി സർ, ഒരു ഗ്രൂപ്പിന്റെ ചെക്കിൻ ഉണ്ട്. സാർ റെസ്റ്റോറന്റിലേക്ക് ഒന്ന് ഇരുന്നാൽ കീ ഞാൻ അവിടെ കൊടുത്തേക്കാം. ഓക്കെ. ഒരു 15 മിനിറ്റ്സ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളവർക്കൊക്കെ കഴിക്കാം. എനിക്കൊരു കപ്പ് കാപ്പി മാത്രം മതി. എന്നാ വാ. ഇവിടെ നല്ല ചാകരയാണല്ലോ. നല്ല ഉരുപ്പടികൾ കുറെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും മറ്റേ കേസല്ല, എല്ലാം കുടുംബത്തിൽ പറഞ്ഞവരാ. ആവേശത്തിൽ കയറി പിടിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലേ സാറേ. അതെന്താ? നമ്മളും കുടുംബത്തിൽ പറഞ്ഞവർ തന്നെയല്ലേ? കുടുംബത്തില്ല. ആര്? ഹംസക്കയാ? പതുക്കെ. ഇവിടെ എന്റെ പേര് ഹംസക്കോയ എന്നല്ല, കർത്ത എന്നാണ്. കർത്തായ? അപ്പൊ സാർ മതം മാറിയ? ഇല്ല, പേര് മാറി. ഇവിടെ രാമൻ കർത്ത എന്നുള്ള പേരിലാണ് ഞാൻ മുറി എടുത്തിരിക്കുന്നത്. നമ്മളെ ബീവിക്ക് എനക്കൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇവിടെ ഇത് നല്ല ഐറ്റം ഒന്ന് എന്നെ വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഒറ്റയ്ക്ക് കയ്യും വീശി വന്നിരിക്കല്ലേ? അല്ല, ഒരെണ്ണം ഇവിടെ വരും. നമ്മള് ജോസ് അയക്കുന്ന ആളാ. അവരെന്നോ നാളെ ഇവിടെ എത്തും. ആള് കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. കൊച്ചു കള്ളൻ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഹംസക്കോയുടെ റൂം ഏതാണ്? ഇല്ല സർ, അങ്ങനെ ഒരാളില്ല. ഇല്ലാതിരിക്കാൻ വഴിയില്ലോ. അങ്ങനെ ഒരു ബുക്കിംഗ് ഇല്ല സർ. Where is the manager? അയ്യോ, എങ്ങനെ കൊണ്ടുപോകും?
ഹലോ, ഞാൻ അന്തപ്പൻ. നിന്റെ അപ്പനല്ല, വാടക കൊലയാളി അന്തപ്പൻ. ചാവേണ്ടവൻ ഈ ഹോട്ടലില്ലെന്ന്, ഹംസക്കോയ ഇവിടെ ഇല്ലെന്ന്. എന്നാ വ്യാജ പേര് എന്താണെന്ന് പറ. എന്നാ ചാവേണ്ടവന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയക്കേ. പാഷ എന്ന പേരിൽ, ഭാഷ അല്ലടോ, പാഷ എന്ന പേരിൽ ഈ ഹോട്ടൽ അഡ്രസ് അയച്ചാൽ മതി. ഓക്കെ. പിന്നെ ആദ്യം അഡ്വാൻസ് കൊടുത്തയക്കണം. ബാക്കി കാശ് അവൻ ചത്തു തൊലഞ്ഞിട്ട്. അത് ചത്തവനോട് ചോദിച്ചാ പോരെ? ഓക്കെ, എന്തായാലും ഫോട്ടോ അയക്കേ. ബാക്കിക്കാര് ഞാൻ ഏറ്റു. എക്സ്ക്യൂസ് മീ, ഒരു ബുക്കിംഗ് ഉണ്ടല്ലോ പാഷ. സാർ, ഒരു അല്പസമയം വേണം, കൗണ്ടർ ബിസിയാണ്. ഞാൻ റെസ്റ്റോറന്റിലേക്ക് എത്തിക്കാം. ഓക്കെ സാർ. ഹലോ. ഹലോ, ഞാൻ കർത്ത. താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പ് താൻ വെളുത്തിട്ടായിരുന്നോ? അതല്ല, ഞാൻ രാമൻ കർത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. എല്ലാവരുടെയും കീ ലിസ്റ്റ്. എക്സ്ക്യൂസ് മീ, ഞാൻ കൊടുത്തേക്കാം. ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. എല്ലാവരുടെയും പേരും നമ്പറും ഈ ലിസ്റ്റിലുണ്ട്. റൂം ആറാതെ കൊടുക്കണം പ്ലീസ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. രണ്ടെണ്ണം എന്റെ കയ്യിലിരിക്കട്ടെ. ഒരു ഒടുക്കത്തെ ലിസ്റ്റ് പറയുന്ന റൂമിൽ കിടന്നാലും ഉറക്കം വരുള്ളൂ. ഓട്ടെ കിടക്കട്ടെ. കീ, ഒരു കീ, കീ, ഇവിടെ ഇരിക്കുവായിരുന്നോ? കീ. നാത്തൂനും പിള്ളേരും തലേന്ന് കീ, എനിക്കറിയാം. കീ, 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 കീ. ഇതെന്താ ഹോൺ അടിച്ചാൽ നാഷണൽ ഹൈവേ? താക്കോൽ. നിന്റെ ചാവി ഉണ്ടാ? താക്കോൽ. കല്യാണ പെണ്ണ് എവിടെ? ലീന, വാ വാ. മോളെ, ടോമങ്ങളുടെ അടുത്ത് അനുഗ്രഹം വാങ്ങും. എന്തായാലും നേരത്തെ വന്നത് നന്നായി. റിട്ടയർഡ് DIG ആണെങ്കിലും ഇപ്പോഴും പോലീസ് ചിട്ടിയാ. ചിട്ടയൊന്നുമല്ല, ഞാനല്ലേ ഇവരുടെ തലതൊട്ടപ്പൻ. അപ്പൊ നേരത്തെ എത്തണ്ടേ? ചേച്ചി, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. പക്ഷേ ദൂരം കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം. എന്റെ നേർച്ചയായിരുന്നു ഇവിടുത്തെ പള്ളി വെച്ച് ലീനയുടെ കല്യാണം നടത്തണം. ഇവിടെ വെച്ചായത് ഭാഗ്യം. വല്ല വത്തിക്കാനിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ വരെ വരേണ്ടി വന്നേലേ. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. മനസ്സമ്മതം നടത്തുന്നത് നമ്മുടെ ഇളന്തോളി അച്ഛന്റെ കാർമ്മികത്വത്തിലാ. അതെയോ? കല്യാണത്തിന് ബിഷപ്പും വരാൻ നേറ്റിരിക്കുക. എല്ലാം എന്റെ മോടെ ഭാഗ്യ. ഇവിടെ വന്നിട്ടിപ്പോ ഒരു പകലും രാത്രിയും കഴിഞ്ഞു. ഇതുവരെ ഫെലിക്സിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഫെലിക്സ് ഈ ഹോട്ടലിൽ ഉണ്ടെന്ന് അറിയാലോ, പിന്നെ എത്ര ബുദ്ധിമുട്ട്. നമ്മൾ വന്നിരിക്കുന്ന അത്ര നിസ്സാര കാര്യത്തിനല്ല. ഒരു കല്യാണം മുടക്കി ആ ചെറുക്കനെ കൊണ്ട് പോവാനാ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വ്യക്തമായ പ്ലാനിങ് വേണം. എന്ത് പ്ലാനിങ്? ഇതെന്ത് വേൾഡ് വാറോ? ഇത് ഫെലിക്സിനെ ഞാനൊന്ന് കണ്ടാ തീരാവുന്നത്ര പ്രശ്നമേ ഉള്ളൂ. ഞാൻ അന്വേഷിച്ചു. ആ ചെക്കനെ ഇതുവരെ പുറത്ത് കണ്ടിട്ടില്ല. പെണ്ണിന്റെ വീട്ടുകാരത്ര ചില്ലറക്കാരൊന്നുമല്ല. നല്ല പിടിപ്പും പണവും പ്രതാപമൊക്കെ ഉള്ളവരാ. സൂക്ഷിച്ചില്ലേ നമ്മൾ രണ്ടുപേരും അകത്താവും. താൻ ഒരുത്തി ചാടിക്കരയാളുടെ മുമ്പിൽ ചെന്നു വെച്ച് എല്ലാം ഇട്ടെറിഞ്ഞാൽ തന്റെ കൂടെ വരുന്നുള്ള എന്താ ഉറപ്പ്? എന്നോട് അത്രയ്ക്ക് ഇഷ്ടാ. എന്നെ കണ്ടാ എന്നോടൊപ്പം വരും. ഇഷ്ടം ഉണ്ടായിട്ടൊന്നും ആവില്ല. ഫെലിക്സ് ഈ മാരേജിന് സമ്മതിച്ചിരിക്കുക. അവരെന്തെങ്കിലും കൂടോത്രം ചെയ്തു കാണും. എനിക്ക് ഫെലിക്സിനെ കണ്ടേ പറ്റൂ. കാണാം. അതിന് ശരിയായ ഒരു അവസരം കിട്ടണവരെ നമ്മൾ കാത്തിരിക്കണം. എനിക്കൊരു ഇത്തിരി സാവകാശം കൂടി തന്നേ പറ്റൂ. തനിക്കൊരു 100 കൊല്ലം സാവകാശം തന്നാലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഫെലിക്സിനെ കാണാൻ പോവാ. വീണ, പ്ലീസ്. അബദ്ധമാണ് താനീ കാണിക്കുന്നത്. ഞാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിൽ തന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. എടോ, താൻ വെറുതെ വാശി പിടിക്കില്ലേ? ഇതെന്റെ ജീവിത പ്രശ്നം. എനിക്ക് എന്തായാലും എന്താ, തനിക്കൊരു ചുക്കുമില്ലല്ലോ. അങ്ങനെയാണോ താൻ എന്നെ കരുതിയിരിക്കുന്നത്? പിന്നെന്താ, ഈ കല്യാണം നടന്നാ ഞാൻ ചാവും. ഞാൻ ചത്താലും തനിക്ക് തന്റെ മാല കിട്ടും. അതോടെ തന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമല്ലോ. എനിക്ക് ഇപ്പൊ തന്നെ രണ്ടിലൊന്നും അറിയണം. എന്ത് പറഞ്ഞാലും തന്നെ ഞാൻ വിടില്ല. എനിക്കറിയാം. ഞാൻ പോയി ഫെലിക്സിനെ കണ്ട് കുഴപ്പം വല്ലതും ഉണ്ടായാ തനിക്ക് ഈ മാല കിട്ടില്ല. അതല്ലേ കിടക്കണു തന്റെ മാല. എനിക്കിനി തന്റെ സഹായം വേണ്ട. എനിക്കറിയാം, എന്നെ കണ്ട 2 കൈ നീട്ടി ഫെലിക്സ് എന്നോടൊപ്പം വരും. മാറുവഴിയുന്നു. Oh, Felix Matthew. He is not in his room. He is at the banquet hall. You may find him there. Okay, thanks.
നിക്ക. വീണ, ഞാൻ പറയട്ടെ. വീണ. എന്ത് ഭ്രാന്താ താൻ ഈ കാട്ടണേ? എനിക്കിനി ജീവിക്കണ്ട. ചത്താ മതി. ഇങ്ങോട്ട് വരാൻ. എല്ലാരെയും വെറുപ്പിച്ചു. ഒന്നും വേണ്ടെന്ന് വെച്ച് ഫെലിക്സിന് വേണ്ടി മാത്രം ഇറങ്ങി വന്നോളാം ഞാൻ. എനിക്ക് ഫെലിക്സ് ഇല്ലാതെ ജീവിക്കണ്ട. വിട്. എനിക്ക് ചാവണം. എനിക്ക് ചാവണം. വിട്. വേണ്ട വേണ്ടെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞല്ലേ. അപ്പൊ താൻ അതിന്റെ സ്വാർത്ഥമാണെന്ന് പറഞ്ഞു. അവന്റെ മനസ്സറിഞ്ഞിട്ട് തന്നെ അവനെ കൂട്ടുപിടിക്കാതെ വിചാരിച്ചേ. മനസ്സമ്മതല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കെട്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. താനല്ലേ പറഞ്ഞ കൂടത്ര കുറച്ചൊക്കെയാണെന്നൊക്കെ. അവന്റെ മനസ്സറിഞ്ഞിട്ട് പോരെ തട്ടി പൊണ്ടാറടങ്ങല്. കൊമ്പത്തെ പോലീസും പട്ടാളൊക്കെ കാവ്യ നിൽക്കുന്ന ഞാൻ ഈ മാല അടിച്ചുകൊണ്ട് വന്നേ. ഒരു ഈർക്കിലെടുത്ത് തന്നെ തലക്കുട്ടൊന്ന് കൊട്ടിയിട്ട് ഇത് എടുത്തോണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. വഴക്കിട്ടും ചിരിച്ചും കളിച്ചും തന്റെ കൂടെ കുറെ നാൾ നടന്നപ്പോ തന്നോട് അല്പം ഇഷ്ടം തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ തന്റെ മനസ്സ് നോണം എനിക്ക് കാണാൻ കഴിഞ്ഞേ. കട്ടുമോട്ടിച്ചൊക്കെ ഞാൻ ഒരുപാട് തിന്നുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ എന്റെ മനസ്സാക്ഷി വിട്ട് തിന്നിട്ടില്ല. ദാ ഇതെന്റെ ജീവിതം എനിക്ക് അറിയാലോ. ഇത് തന്റെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് തന്നെ എനിക്ക് തിരിച്ചെന്നാ മതി. എനിക്കിപ്പോ അത്ര പറയാനുള്ളൂ. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ അതും കെട്ടി തൂക്കി താഴേക്ക് ചാടിക്കോ. ദൈവമേ, ഇതിനെ കൊരങ്ങായിട്ട് ഏൽപ്പിച്ചൂടായിരുന്നു.